ഹായ് എല്ലാവർക്കും ഇന്നത്തെ ദിവസത്തേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ ഒരു ചെറിയൊരു ബ്ലോഗാണ്. ഇന്ന് ഞങ്ങൾ നഴ്സറിയിലൊക്കെ പോയി, അതേപോലെ ഐക്കിയ ഷോപ്പിംഗ്, ഞങ്ങളൊരു കബോർഡ് മേടിക്കാനായിട്ട്, ബുക്ക് ഷെൽഫ് മേടിക്കാനായിട്ടാണ് പോയത്. അപ്പോൾ അവിടുത്തെ കുറച്ച് ചെറിയ ചെറിയ ഷോപ്പിങ്ങും ഒക്കെയാണ്. അപ്പോൾ ഇവിടെ അലൈൻ്റെ തന്നെയുള്ള ഐക്കിയയിലാണ് ഞങ്ങൾ പോയത്. അപ്പോൾ നാട്ടിൽ എനിക്ക് തോന്നുന്നു ഇതില്ല, ഐക്കിയ എന്ന് പറഞ്ഞ സംഭവം ഇല്ല എന്ന് തോന്നുന്നുണ്ട്. ഹൈദരാബാദിൽ മാത്രമേ ആണെന്ന് തോന്നുന്നുണ്ടുള്ളത്. ഇപ്പോൾ ലോ ബഡ്ജറ്റ് ആയാലും ഹൈ ബഡ്ജറ്റിന് ഒരു വീടിന് ആവശ്യമുള്ള സംഭവങ്ങൾ, ചെടികൾ, അതേപോലെ തന്നെ കിച്ചൺ സെറ്റ് ചെയ്യണതും ലിവിങ് റൂം, എല്ലാ സംഭവങ്ങളും സെറ്റ് ചെയ്യുന്ന ഐറ്റംസ് എല്ലാം ഉണ്ട്. അത് ലോ ബഡ്ജറ്റിലും ഹൈ ബഡ്ജറ്റിലും ഒക്കെ കിട്ടുന്ന ഒരു ഇടമാണിത്. അപ്പോൾ നമുക്കും അതൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. ഞങ്ങളപ്പോൾ ഐക്കിയയിലെത്തി. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പ്ലേസാണ് കേട്ടോ UAE-യിൽ. എനിക്ക് നല്ല ഇഷ്ടമാണ്. കാരണം നമുക്ക് ഓരോ ഐഡിയാസ് കിട്ടും. നമുക്ക് നമ്മുടെ വീട് ഡെക്കറേറ്റ് ചെയ്യാനായാലും, വീട് ഇൻറ്റീരിയർ ആയാലും, എല്ലാ സംഭവങ്ങളും, കിച്ചൺ സെറ്റ് ചെയ്യാനായാലും ഒക്കെ നല്ലൊരു ഐഡിയ ഇത് കിട്ടും കേട്ടോ. നമുക്ക് ഇവിടെ ഇങ്ങനെ ഐക്കിയയിൽ പോയി കഴിഞ്ഞാൽ കണ്ടോ, ഇപ്പോൾ കയറുമ്പോൾ തന്നെ അവരിങ്ങനെ ഒരു ലിവിങ് റൂമിൻ്റെ സെറ്റപ്പായിട്ട് അവരിങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടോ, ഓരോ സ്ഥലത്തും ഓരോ ഇതുണ്ട്. കണ്ടോ, ഡൈനിങ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ബെഡിൻ്റെ ബെഡ്റൂം. അപ്പോൾ അങ്ങനെ നമുക്കും ഐഡിയാസ് കിട്ടും. അവരുടെ ഓരോ തീം അനുസരിച്ച് അവരത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നല്ല രസമാട്ടോ അത് കാണാൻ തന്നെ. നമുക്കവിടെ ഒന്നും മേടിക്കാൻ ചെന്നില്ലെങ്കിൽ തന്നെയും ഇത് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ് നമുക്ക്. അപ്പോൾ ഷോപ്പ് ചെയ്യാനായിട്ട് എനിക്ക് നല്ല ഇഷ്ടമാണ്. കാരണം നമുക്ക് നമ്മുടേതായ ചെറിയ രീതിയിലുള്ള ഷോപ്പിങ്ങും അവിടെ നടത്താനുള്ള ഇതുണ്ട് കേട്ടോ. ആ റേഞ്ച് തൊട്ട് മുകളിൽ വരെയുള്ള റേഞ്ചിലാണ് അവിടെ എല്ലാം സാധനങ്ങളുള്ളത്. അപ്പോൾ നമുക്കിപ്പോൾ കിച്ചണിൽ വേണ്ട ഐറ്റംസൊക്കെ നമുക്ക് നമ്മുടെ ഒരു ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന രീതിയിലും നമുക്കവിടെ കിട്ടുന്നതാണ്. അപ്പോൾ കാണാൻ തന്നെ ഓരോ ബാച്ചായിട്ട് അവരിങ്ങനെ ഓരോ സ്ഥലത്തും ഇങ്ങനെ സെറ്റാക്കി വെച്ചിരിക്കും കേട്ടോ. നല്ല ഭംഗിയാണിത്. ഇവിടെ ഇപ്പോൾ നമുക്ക് പ്ലാന്റ്സ്, ഇൻഡോർ പ്ലാന്റ്സും അതേപോലെ തന്നെ നമുക്ക് എന്താണ് ആർട്ടിഫിഷ്യലായിട്ടുള്ള പ്ലാന്റ്സ്, പിന്നെ ചെറിയ ചെറിയ ഡബ്ബകൾ നമുക്ക് കിച്ചണിലൊക്കെ വെക്കാനും, അല്ലാതെ എന്തെങ്കിലുമൊക്കെ എന്താ പറയുക ടേബിളിൻ്റെ പുറത്തൊക്കെ വെക്കാനുള്ളതും, അങ്ങനെ കുറേ ഐറ്റംസാണ് അവിടെ അവരിങ്ങനെ ഓരോ പാർട്ടായിട്ട് ഇങ്ങനെ വെച്ചിരിക്കുന്നത്. കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇപ്പോൾ ഞങ്ങൾ കുറച്ച് ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന്. അതേപോലെ ഞാൻ പറഞ്ഞല്ലോ, ഒരു ബുക്ക് ഷെൽഫ് നോക്കാനായിട്ടാണ് ഞങ്ങൾ പോയത്. അപ്പോൾ പിള്ളേർക്കായാലും അവിടെ എന്താണ് മടുപ്പ് തോന്നില്ല നമുക്ക്. കാരണം ആ മാതിരിയാണ് അവർ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇങ്ങനെ ഇപ്പോൾ ഷോപ്പിങ്ങിൽ പോകുമ്പോഴത്തേക്കും എല്ലാം കൂടി ഇങ്ങനെ കൂട്ടിയിട്ട് അങ്ങനെയല്ല, അവർ നന്നായിട്ട് സെറ്റ് ചെയ്തിട്ടാണ് ഓരോ സ്ഥലവും. ഇപ്പോൾ കിച്ചണാണെങ്കിൽ കിച്ചണിൻ്റെ ഫുള്ളായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് കാണാനായിട്ട് നല്ല ഒരു ഭംഗിയുണ്ടാവും. നമുക്കായാലും അത് ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിലായാലും ഇങ്ങനെ ചെയ്താലോ, നമ്മുടെ ഉള്ള സ്ഥലത്ത് നമുക്കും അങ്ങനെ ഒരു ഐഡിയാസ് നമുക്ക് കിട്ടും ചെയ്യാൻ വേണ്ടിയിട്ട്. അതേപോലെ എന്താ പറയുക, കപ്പ്, പിന്നെ എന്താണ് ഫ്ലവർ വേസ്, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ അതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ. അപ്പോൾ അലൈനിലാകുമ്പോഴത്തേക്കും നമ്മുടെ അബുദാബിയിൽ പോകുന്ന അത്രയും വലിയൊരു ഐക്യ അല്ലെങ്കിൽ പോലും എന്താണ് എല്ലാ സാധനങ്ങളും അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അവർ. കണ്ടോ, ഇപ്പോഴത്തെ കിച്ചൺ. അപ്പോൾ പിള്ളേർക്കായാലും കണ്ടോ, നന്ദുവിനൊക്കെ ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ പറയും നാട്ടിൽ പോകുമ്പോൾ നമുക്ക് ഇതേപോലെ കിച്ചൺ ചെയ്യണം. അങ്ങനെ അവർക്കായാലും ഈ പറഞ്ഞ പോലെ ഐഡിയാസൊക്കെ അവർക്കും കിട്ടുന്നുണ്ട്. കണ്ടോ, നല്ല രസമാണ് കാണാനായിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഡെസ്റ്റിനേഷൻ ആട്ടോ ഐക്കിയ. അപ്പോൾ ഇന്നത്തെ ഒരു എന്താ പറയുക, ഞങ്ങൾ ഒരു ബുക്ക് ഷെൽഫ് മേടിച്ചു. അതേപോലെ കുറച്ച് പാൻ ഉണ്ടായിരുന്നു. എൻ്റെ പാനൊക്കെ ചീത്തയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പാൻ മേടിച്ചു. അങ്ങനെ 2-3 ഐറ്റംസ് മേടിച്ചു ഞങ്ങൾ. പിന്നെ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ കണ്ടോ, നല്ല ഭംഗിയിലൊക്കെ അവർ അറേഞ്ച് ചെയ്തതും ഒക്കെ നമ്മളിങ്ങനെ എന്താ പറയുക, നമുക്കും മേടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളിങ്ങനെ ലിസ്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ആ സമയത്ത് തന്നെ പോയി മേടിക്കണമെന്നില്ലല്ലോ, ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓൺലൈനിൽ കിട്ടും. അപ്പോൾ കുറേ പുതിയ ഐറ്റംസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം നമ്മളൊന്ന് കണ്ടു, അതൊക്കെ നമ്മൾ നോട്ട് ചെയ്ത് വെച്ചു. അവിടെ തന്നെ പെൻസിലും അതേപോലെ ബുക്കൊക്കെ കിട്ടും നമുക്ക് നോട്ട് ചെയ്ത് വെക്കാനും ഒക്കെ. ഇത് ഇൻഡോർ പ്ലാന്റ്സ് ആണ്. ഇൻഡോർ പ്ലാന്റ്സ് ഒരു സെപ്പറേറ്റ് തന്നെ സെക്ഷൻ ഉണ്ട്. അതിൻ്റെ എല്ലാം കിട്ടും. ചട്ടിയായാലും വളങ്ങളായാലും എല്ലാ സംഭവങ്ങളും ആ ഒരു ബാച്ചായിട്ട് ഉണ്ടാവും. ഇതിപ്പോൾ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാനും, പിന്നെ അതേപോലെ പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇതെന്താ പറയുക, പിള്ളേർക്ക് വേണ്ടിയിട്ടും ഉള്ള ഒരു ഇത് സെക്ഷൻ വേറെ തന്നെ.
അങ്ങനെ ഒരുപാട് നല്ല നല്ല എന്താ പറയുക നല്ല നല്ല കുളിർക്ക കാഴ്ചകളാട്ടോ അവിടെ കാണാനായിട്ട് ഉണ്ടായിരുന്നത്. നല്ല രസമാണ് കാണാനായിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഇതാണ് IKEA. പിന്നെ നമുക്ക് സാധനങ്ങൾ എന്തെങ്കിലും അവിടെ സ്റ്റോക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ ഓൺലൈനിൽ ബുക്ക് ചെയ്താൽ അവർ ഡെലിവറി ചെയ്ത് തരും നമുക്ക്. പിന്നെന്താ, അപ്പോൾ അതൊക്കെ തന്നെയാണ് IKEAയിലെ വിശേഷങ്ങൾ. അപ്പോൾ ഞങ്ങൾ അവിടെ പോയിട്ട് കുറച്ച്, ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു. അതേപോലെ ഇൻഡോർ പ്ലാന്റ്സ് ആർട്ടിഫിഷ്യലായിട്ടുള്ളത് മേടിച്ചു. അങ്ങനെ കുറച്ച് ഐറ്റംസ് മേടിച്ചു. അപ്പോൾ ബുക്ക് ഷെൽഫ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായില്ല. അപ്പോൾ അത് ഞങ്ങൾ ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ട് നെക്സ്റ്റ് ഡേ അവർ ഡെലിവറി ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ചട്ടികളും മറ്റേ നമ്മുടെ പ്ലാന്റ്സിന് വേണ്ട എല്ലാ ഐറ്റംസും അവിടെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ ആ ഒരു ചെറിയ ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് ഞങ്ങൾ പുറത്ത് വരുമ്പോഴത്തേക്കും കൊണ്ട് അവിടെ ഒരു കോഫി ഷോപ്പ് ഉണ്ട്. പിന്നെ അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നഴ്സറിയിലാട്ടോ വന്നത്. അവിടെ തൊട്ട് അടുത്ത് തന്നെയുള്ള ഒരു നഴ്സറിയിലാണ് ഞങ്ങൾ പോയത്. അപ്പോൾ അവിടെ പോയിട്ട് കുറച്ച് പ്ലാന്റ്സ്, ഞങ്ങൾ ഇൻഡോർ പ്ലാന്റ്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ കുറച്ച് കാഴ്ചകളാട്ടോ ഇത്. നഴ്സറിയിൽ നല്ല ഭംഗിയാണ്. കാരണം ഫുൾ പച്ചപ്പൊക്കെ ആയിട്ട് എല്ലാ ഇൻഡോർ പ്ലാന്റ്സും ഉണ്ട്, ഔട്ട്ഡോർ പ്ലാന്റ്സും ഉണ്ട് കേട്ടോ. ഇവിടെ മിക്സ് ചെയ്തിട്ടാണ് അവർ വെച്ചിരിക്കുന്നത്. ഇൻഡോർ പ്ലാന്റ്സ് എല്ലാം ഒരു മുറിയിലായിട്ട് AC ഇതിൽ ഇങ്ങനെ അവർ വെച്ചിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഇൻഡോർ പ്ലാന്റ്സും ഒക്കെ മേടിച്ച് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇതൊക്കെ അറേഞ്ച് ചെയ്തതൊക്കെ ഞാൻ എൻ്റെ ഒരു വ്ളോഗിൽ ഞാൻ കാണിക്കുന്നതായിരിക്കും കേട്ടോ. ഒരു ഹോം ടൂർ ചെയ്യണമെന്നുണ്ട്, അപ്പോൾ അതിൽ കാണിക്കാം. അപ്പോൾ അത്രയൊക്കെ തന്നെയുള്ളൂ വിശേഷങ്ങൾ. അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോസുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ.